ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹല നീസ്. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്നെൻ്റെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മധുരത്തിന് വേണ്ടിയിട്ടൊരു ഒരു പായസം ഉണ്ടാക്കി. അപ്പോൾ ആ പായസം ഒരു സ്പെഷ്യൽ വണ്ണാണ്. മക്രോണി കൊണ്ടാണ് ഒരു പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ആവശ്യമായത് 2 കപ്പ് മക്രോണി, 1 കപ്പ് കാഷ്യൂനട്ട്, പിന്നെ 1 കപ്പ് കടലപ്പരിപ്പാണ്, ഉപ്പിട്ട് വേവിച്ച് വെച്ച കടലപ്പരിപ്പാണ്. പിന്നെ 2 പഴം, ചെറുതായി അരിഞ്ഞു വെച്ച 2 പഴം ആവശ്യമുണ്ട്. 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണം. കുറച്ച് ഏലക്കാപ്പൊടിയും വേണം. പിന്നെ 2 കപ്പ് പാൽപ്പൊടിയും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റൗവിലേക്ക് ഒരു പാത്രം വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2-ാം പാൽ, തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിനി മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഇതിന് നന്നായി തിളച്ച് വന്നാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഈ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്രോണി അങ്ങനെ ഒരുപാട് വെന്തുവാൻ പാടില്ല. ഒരു ഹാഫ് കുക്ക് മാത്രമേ ആവാൻ പാടുള്ളൂ. ഒരുപാട് അങ്ങ് കുക്കായി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ മക്രോണി ഫുള്ള് അടിഞ്ഞ് താഴെ വന്ന് ഒരു പേസ്റ്റ് പരുവത്തിലായിട്ട് മാറും. അപ്പോൾ അത്രക്കും കുക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഇതിന് ശേഷം നമുക്ക് ഒരുപാട് ടൈം ഇത് തിളപ്പിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇത്ര മാത്രം, ഒരു ചെറിയൊരു വേവ് വരുന്നത് വരെ മാത്രമേ ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ. മാക്രോണി ഒരു ഹാഫ് കുക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഴം, ചെറുതായി അരിഞ്ഞു വെച്ച പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ച കടലപ്പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ അളവൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ടുണ്ടാവും. അവർ ഉണ്ടാക്കുന്ന അളവ് അനുസരിച്ചിട്ട് മാറും. അപ്പോൾ അളവ് പറയുന്നില്ല. അത് നോക്കിയിട്ട് അതിന് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. ഇങ്ങനെ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1-ാം പാൽ, നമ്മളിത് ഒഴിച്ചിട്ടില്ല, 1-ാം പാൽ ഇതിലേക്ക് ഈ ഒരു സമയത്താണ് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് കാഷ്യൂനട്ട് അരച്ച് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് പായസത്തിൻ്റെ കളറ് ഭയങ്കര ഡിമ്മായിരിക്കും. അപ്പോൾ അതൊന്ന് വൈറ്റ് കളർ ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്നത്. പാൽപ്പൊടി കലക്കി വെച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ തലശ്ശേരിക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് പായസമാണ് ഈ കറിപ്പായസം അല്ലെങ്കിൽ ഈ പിടിപ്പായസം. ഇത് ശരിക്കും അതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ അതിൽ പിടിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, മാവാക്കി പിടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ പാസ്ത മാക്രോണിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഏറ്റവും അവസാനം ആ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വേറൊരു പാനിൽ 1 സ്പൂൺ ബട്ടറും 1 സ്പൂൺ നെയ്യും ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരാം.
ഇതിനി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നല്ലൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് പായസമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിടിപ്പായസത്തിൽ ഏറ്റവും വിഷമം ഈ പിടി ഉണ്ടാക്കാനാണ്. അപ്പോൾ അത് ഉണ്ടാക്കാതെ തന്നെ ഇത്രയും ടേസ്റ്റിൽ, അതിൻ്റെ സെയിം ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പെരുന്നാൾക്ക് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.